വൈകിയ സമയത്ത് നാട്ടില് വൈകുന്നേരമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ടൈം സോണിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ദൈവം ഒരുക്കി തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. ജെറ മിനിസ്ട്രി ഡെലിവറൻസ് എന്ന ടൈറ്റിൽ എന്റെ പ്രിയ സിസ്റ്റർ ജോയ്സ് ജേക്കബ് നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം എല്ലാ ആഴ്ചയിലും വളരെ ആത്മനിറവോടെ ഈ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങൾ നൽകുന്ന, ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന, ഇതിന്റെ അഡ്മിനായിട്ട് പ്രവർത്തിക്കുന്ന അനുഗ്രഹീതമായ കത്രുദാസിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സിസ്റ്റർ പറഞ്ഞതുപോലെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പരിചയമാണ്. ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള സംസാരം ഒന്നും ഇല്ലെങ്കിലും ഹൃദയത്തിൽ അതുപോലെ തന്നെ സെയിം തിങ് ആണ്. അപ്പൊ അങ്ങനെ ഹൃദയത്തിൽ സ്നേഹത്തോടെ കരുതുന്ന പ്രിയ ദേവദാസിക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന വളരെ ആക്റ്റീവാണ്. ഞാനൊരു ബൈബിൾ ക്ലാസ് പഠിപ്പിക്കാനായിട്ട് ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് ക്ലാസ്സിൽ വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു റാന്നിയിൽ വെച്ചിട്ട് കാണാനായിട്ട് ഇടയായി തീർന്നത്. അതിനുശേഷമായിട്ട് പല മീറ്റിങ്ങിലും ഇങ്ങനെ ചില മീറ്റിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ മീറ്റിങ്ങിൽ ഇടയ്ക്ക് ഞാൻ കയറാറുണ്ട്. ഈ ഒരു മീറ്റിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ആത്മനിറവിലും ഒരുപാട് പോളിഷ് ഒന്നും ഇല്ലാതെ വളരെ സിൻസിയറായിട്ട് ഒരു ശുശ്രൂഷ കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കർത്തൃദാസി ദൈവം സഹായിക്കുന്ന ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേക ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്ന് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. എങ്കിലും ദൈവമായ കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഈ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഏറ്റവും സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത മാസമൊക്കെ ഒരുപാട് മിനിസ്ട്രി ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രെയർ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹനായ കർത്തൃദാസൻ പാസ്റ്റർ അനീഷ് ദേവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സിൻസിയർ ആയിട്ട് ഒരു ജെനുവിനായിട്ട് നിന്നുകൊണ്ട് ഉത്തരവാദിത്വം നിറവേറ്റുന്ന കർത്തൃദാസനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേക സ്നേഹവന്ദനം പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന് ആരാധനയിലേക്ക് നമ്മൾ നയിച്ചതായ ബ്രദർ വിൽസൺ മാത്യു എന്നാണ്. പക്ഷേ ഒരു അനുഗ്രഹീത കർത്തൃദാസനാണല്ലോ. എനിക്ക് വളരെ ഇഷ്ടമുള്ള, ഞാനൊരു പോളിഷ് വാക്കല്ല, എന്നെ രക്ഷിച്ചുന്നതൻ തൻ കൂടെ ഒന്നും വാഴുവാനുള്ള പാട്ട് കുഞ്ഞിലെ ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചു. ഞാൻ 8, 9, 10 വയസ്സുള്ളപ്പോഴാണ് സൺഡേ സ്കൂളിൽ പഠിക്കുന്നത്. ആദ്യമായിട്ട് ഒരു ബ്രദർ സൺഡേ സ്കൂളിലാണ് അതിൽ പോകുന്നത്. അതിനുശേഷം അങ്ങനെ പാട്ടൊക്കെ അന്ന് മുതൽ പഠിച്ചത്. അത്ര കാലഘട്ടത്തിന് മുന്നിൽ പഠിച്ച ആ പാട്ട് വളരെ ആത്മനിറവിന്റെ സാന്നിധ്യം, ദൈവികമായ നിയോഗം പ്രാപിച്ച് ഇന്നത്തെ ആരാധനയിലേക്ക് നമ്മെ നയിക്കുവാനായിട്ട് കർത്തൃദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. നമുക്ക് എല്ലാവർക്കും അത് അനുഗ്രഹമായിരുന്നു. ഓരോ പാട്ടുകളും ആത്മാവിന്റെ നിറവിൽ ദൈവ സാന്നിധ്യം, ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഔട്ട് പോറിംഗ് ഓഫ് അവർ ഹാർട്ട്സ്. സൃഷ്ടാവിനോടുള്ള സൃഷ്ടിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ആരാധന. അതിലേക്ക് നമ്മെ നയിക്കുവാൻ കർത്തൃദാസനെ ദൈവം സഹായിച്ചു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൽ ഒരുപാട് പാസ്റ്റേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് 2 പേര്, പാസ്റ്റർ റിജി കോശി, പാസ്റ്റർ മാത്യു വർഗീസ്, KV ചാക്കോ, അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരുപാട് പാസ്റ്റേഴ്സ് ഉണ്ട്, കർത്തൃദാസിമാരുണ്ട്. പ്രത്യേകിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അവരെല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷയല്ല ഇത് ഒരിക്കലും. ഇത് കർത്താവിനെ മഹിമപ്പെടുത്തുവാൻ പല പ്രശ്നങ്ങളാണ്. ഇന്ന് പ്രാർത്ഥനയിൽ ഓർപ്പിച്ചല്ലോ, മിഡിൽ ഈസ്റ്റില് മറ്റ് എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ എല്ലാ നമ്മുടെ മക്കള്, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കുന്നിടത്ത് ഒരുപാട് സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ്. അതിന്റെ നടുവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ, സംഭവിക്കേണ്ടുന്ന എല്ലാറ്റിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കാൻ നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവം our prayers are God's own opportunities. ഹല്ലേലൂയ. We can limit our God. ദൈവത്തെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമുക്ക് പ്രാർത്ഥിക്കാതിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരം ചലിക്കും. സ്വർഗത്തെ കുലുക്കാൻ പറ്റുന്നത്, നല്ല പ്രസംഗം പ്രസംഗിച്ചാൽ ഒരുപക്ഷെ ആളുകളെ കുലുക്കായിരിക്കും, പക്ഷേ സ്വർഗം ചലിക്കണം എന്നില്ല. എന്നാൽ പ്രാർത്ഥിച്ച 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തലന്മാരോ അതേ 120 പേര് അടങ്ങുന്ന സംഘം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു ആത്മപ്രവാഹം ഈ മീറ്റിംഗിൽ, ഈ പ്ലാറ്റ്ഫോമിൽ, ഹല്ലേലൂയ, ഈ സൂം മീറ്റിംഗിൽ ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് എത്രമാത്രം വിശ്വാസമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു. പല സാഹചര്യങ്ങളിൽ, പല മാനസിക സമ്മർദ്ദങ്ങളിൽ, പിരിമുറുക്കങ്ങളിൽ ആയിരിക്കുന്ന ആളുകളാണെങ്കിൽ, ഹല്ലേലൂയ, ശുശ്രൂഷയുടെ മണ്ഡലത്തിലാണെങ്കിലും, കുടുംബജീവിതത്തിലാണെങ്കിലും, ഔദ്യോഗിക പദവിയിലാണെങ്കിലും, പഠന മേഖലകളിലാണെങ്കിലും, അല്ലെങ്കിൽ വീടിന്റെ സാഹചര്യത്തിലാണെങ്കിലും, ഏത് മേഖലകളിലേക്കും ഇറങ്ങി വരാൻ പറ്റുന്ന ഒരേ ഒരു സാന്നിധ്യമാണ് ദൈവ സാന്നിധ്യം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ പരിചയപ്പെടുത്തിയല്ലോ. എനിക്ക് ഒത്തിരി എന്നെ പരിചയപ്പെടുത്തി. ഞാനൊരു ശുശ്രൂഷകന്റെ ഭാര്യയാണ്. കഴിഞ്ഞ 33 വർഷമായിട്ട് കർത്താവിന്റെ വേലയിലാണ്. കർത്താവിന്റെ ദാസൻ KK സാം. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. 3 പേരും കുടുംബസ്ഥ
കുടുംബസ്ഥരായി, വിവാഹം കഴിഞ്ഞ് ഒരു കുടുംബമായി അതേ ജോലിയിലും അതേ ഒക്കെ ആയിട്ട് അവരെ ആക്കിയിരിക്കുന്നു. അതൊക്കെ വലിയൊരു പദവിയാണ്. അതിലൊക്കെ ഉപരിയായിട്ട് ഞാനൊരു ഉപദേശിയുടെ ഭാര്യ എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനിക്കുന്നു. കാരണം കർത്താവിന്റെ വേലയ്ക്ക് ഒരു ഭാഗമായി തീരാനായിട്ട് കർത്താവ് സഹായിച്ചു. അതിന്റെ ഒരു അംശമായി തീരുവാൻ തകർന്നിരിക്കുന്നവരെ, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങാനായിട്ട് ദൈവം കൃപ തന്നു. അതൊരു ഒരു കൃപയാണ്. എനിക്കൊരു വാക്ക് പോലും പറയാൻ അറിയാമല്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ എന്റെ മേൽ അതേ ഹല്ലേലൂയ പകർന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. വയസ്സ് ചെന്നിട്ടും പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് തരുക. ഹല്ലേലൂയ. എത്ര നാളായാലും ഒരു 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 വിശ്വാസി എന്നൊരു ആയുഷ്കാല വിദ്യാർത്ഥിയാണല്ലേ. നമ്മൾ ഈ പാസ്റ്റർമാരുടെയൊക്കെ മുഖത്തോട്ട് നോക്കി എന്നാ ഗ്ലാമറാ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അതേ ദിവസം പാസ്റ്റർമാരുടെ ഭാര്യമാരുടെ മുഖത്തോട്ട് നോക്കി അത്ര ഗ്ലാമർ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്ക് പാത്രം കഴുകാനും കഞ്ഞി വെക്കാനും വിശ്വാസികൾക്ക് ചായ കൊടുക്കാനും മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങി പോകുന്നതുകൊണ്ട് നമുക്ക് ദൈവവചനം പഠിക്കാനോ ധ്യാനിക്കാനോ സമയമില്ലായിരുന്നു. നമുക്ക് അത്ര ഗ്ലോ ഒന്നും ഉണ്ടാകത്തില്ല. അതേസമയം ദൈവദാസന്മാര് 24/7 അവർ കൂടുതലും ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ചില പാസ്റ്റർമാരെ പല്ല് കെട്ടി രക്ഷിക്കപ്പെട്ടെന്ന് നിങ്ങൾ കേട്ടിട്ടില്ല? ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പറയാറുണ്ട്. എത്ര 90 വയസ്സാണെന്ന് പറഞ്ഞാലും അവർക്ക് നല്ല ഗ്ലോയാണ്. അവർ നല്ല, കാരണം ദൈവത്തിന്റെ വചനം എന്താണ്? അസ്ഥികൾക്ക് ബലം. ഹല്ലേലൂയ. അത് നമ്മളെ ജീവിപ്പിക്കുന്നതാ. ഹല്ലേലൂയ. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുന്നതാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ ദൈവവചനം പഠിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, നമുക്ക് ചാവാറായിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ മരവിപ്പിച്ചു പോയിട്ടുള്ള ചില സ്ഥലങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ഹിസ്കിയാവിനോട് ദൈവം പറയുകയാണ്, ഈ നിഹിതന്മാരുടെ മേൽ ഊതുക. ഹല്ലേലൂയ. അവരോട് പറയുന്നത് ഈ അസ്ഥി താഴരയിലേക്ക് ഒരിക്കൽ പോലും ബന്ധം വിട്ട് കിടക്കുന്ന അവസ്ഥയിലും ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റുമെന്ന് പ്രവാചകൻ, അതായത് ആ ജനത എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് നിൽക്കാൻ പോയിട്ട് അവർക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ ഒരു അവസ്ഥയും ഇല്ലാതെ കൽക്കൂമ്പാരത്തിന്റെ അതിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നതായ അവരുടെ സ്വർണ്ണ ഗോപുരം, സ്വർണ്ണ നഗരം നഷ്ടപ്പെട്ട് നിരാശയുടെ അടിത്തട്ടിൽ കിടക്കുന്ന ആ ജനതയെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ, അതേ അത്രയ്ക്ക് തരിപ്പണമായി നിൽക്കുന്ന ജനതയുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവാചകനോട് പ്രവചിക്കാൻ പറയുവാണ്. ഹല്ലേലൂയ. ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇച്ചിരിയെങ്കിലും ജബലം ഉണ്ടല്ലോ അല്ലേ. ഒന്നിലേലും ആത്മീക ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടാലും ഭൗതികമായിട്ട് നമ്മൾ ജീവനോടെ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ ഈ പ്ലാറ്റ്ഫോമിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നമ്മളിൽ എത്രയധികം പ്രവർത്തിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങള് ഇപ്പോൾ ശുശ്രൂഷിക്കുന്നത് കുമരകത്താണ്. കുമരകം കവളാറ്റിങ്ങനെ ആർക്കെങ്കിലും ബോട്ട് ജേണിക്കൊക്കെ ബോട്ടൊക്കെ വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ വന്നാലും അടുത്താണ്. അപ്പൊ നിങ്ങൾക്ക് മോസ്റ്റ് വെൽക്കം. ഞങ്ങൾ താമസിക്കുന്ന ഏറ്റുമാനൂരാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ഇത് 2ാം ട്രിപ്പ് അവിടെ 25 വർഷത്തിന് മുമ്പ് അവിടെ ശുശ്രൂഷിച്ചാണ്. ഇവർ സെക്കൻഡ് ചാൻസ്, ഒരു സെക്കൻഡ് ടൈമാണ് അപ്പൊ അവിടെ പോകുന്നത്. കർത്താവിന്റെ കൃപയാൽ ദൈവം നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വചനം ഒരു നീണ്ട വേദഭാഗമാണ്. അത് സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇന്ന് തീരും, ഇത് ഇപ്പോഴെങ്ങാനും തീരുവോ എന്നൊന്നും വിചാരിക്കേണ്ട. റൈറ്റ് ടൈമിൽ തന്നെ ഞാൻ നിർത്തിക്കോളാം. ദൈവത്തിന് സ്തോത്രം. എന്നെ സ്നേഹിക്കുന്ന ഞാൻ എൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്ത കുറെ സിസ്റ്റേഴ്സും ഒക്കെ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അവരെല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കും. നമ്മളിൽ ജീവൻ പകരും. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15ാം അധ്യായം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഒരു വേദഭാഗമല്ല, 3 വേദഭാഗം ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ 3 വേദഭാഗം പെട്ടെന്ന് എടുത്താട്ടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 15, അതിന്റെ 7ാം വാക്യം, അതിന്റെ 10ാം വാക്യം, പിന്നെ അതിന്റെ 32ാം വാക്യം. verse 7, verse 10 and verse 32. ആർക്കെങ്കിലും വായിക്കാമോ? അല്ലെങ്കിൽ ഞാൻ തന്നെ. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാനെ ഉള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ കുറിച്ച് സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. 10ാം വാക്യം. അതേക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകും എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. മതി. 32ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ട ആവശ്യം ആയിരുന്നു എന്നു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് കേട്ട ഒരു വാക്ക് ഏതാ?
ഒരു വാക്ക് റിപ്പീറ്റഡ് ആണ് ഈ പുസ്തകം ഈ ചാപ്റ്റർ മൊത്തം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഞാൻ വായിച്ച 3 വാക്യത്തിലും റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞൊരു വാക്ക് ഭാവിയുടെ മാനസാന്തരം, ഭാവി മാനസാന്തരപ്പെട്ട് വരുമ്പോൾ ഉള്ള സന്തോഷം. സന്തോഷം. സന്തോഷം ഇല്ലാതെ പോയി, അതുകൊണ്ടാണ് നമുക്ക് അത് പറയാനായിട്ട് തോന്നാഞ്ഞത്. ഓക്കെ, ആ വാക്കിനകത്ത് 3 വാക്യത്തിലും ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒറ്റ വാക്കാണ് സന്തോഷം. എല്ലാ മനുഷ്യർക്കും ഒരു കാര്യം എന്താണ്? സന്തോഷമാണ്, അല്ലേ? ജോയ്, സന്തോഷമാണ്. ഇന്ന് രാത്രി ഈ സമയത്ത് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് എനിക്ക് തന്ന ദൂതും സന്തോഷമാണ്. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ, നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് ആദ്യം പോകുന്നത് എന്തായിരിക്കും? സന്തോഷം. പള്ളിയിലോട്ട് വരുമ്പോഴേ അറിയാം, മോന്ത കണ്ടേ അറിയാം എങ്ങനുണ്ട് സന്തോഷം, അല്ലേ? ഇന്ന് ആരാധന വെളിപ്പെടുക എന്നുള്ളത് ആ മുഖത്തോട്ട് നോക്കി അറിയാം. നമ്മൾ പറയും പാസ്റ്ററിന്റെ കുഴപ്പമാണ്, പക്ഷെ വന്ന ആ ഇത് മനോഭാവം കാണുമ്പോഴേ അറിയാം. ഓക്കെ, അപ്പം ഈ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം വളരെ സിസ്റ്റമാറ്റിക്കലി ഓർഡർലി രചിച്ചതായ ഒരു സുവിശേഷമാണ്. സിനോപ്റ്റിക് ഗോസ്പെൽസ് അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നത് 4 എണ്ണാണ്. പക്ഷെ ആദ്യത്തെ 3 സുവിശേഷങ്ങൾ നമ്മൾ ഒരേ രീതിയിലാണ് കാണുന്നത്. അതെ, ജോനൈൻ ഗോസ്പെലുമായിട്ട് അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷവുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഗോസ്പെൽ, ഈ സിനോപ്റ്റിക് ഗോസ്പെൽ. അതാ ഒരേപോലെ സീൻ ടുഗെദർ എന്ന് പറയും, അല്ലെങ്കിൽ ഒരേപോലെ തോന്നുന്നതായതുകൊണ്ടാണ്, ഏകദേശം ഓൾമോസ്റ്റ് അത് ഒരുപോലെ തോന്നുന്നതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത്. അതിൽ ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത് വളരെ, ഈ ലൂക്കോസ് മാത്രമാണ് ഒരു ജാതീയനായ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു ജെൻഡയിലായ ഒരു ഗോസ്പൽ റൈറ്റർ എന്ന് പറയാൻ നമുക്ക് പറ്റും. അദ്ദേഹത്തിന് അന്ത്യോക്യയിലാണ് തന്റെ സ്വദേശം എന്ന് നമുക്കറിയാം. പൗലോസിന്റെ സന്തത സഹചാരി 2-3 മിഷണറി യാത്ര തന്നോടൊപ്പം ഉണ്ടായിരുന്നു. പൗലോസിനെ ട്രീറ്റ് ചെയ്തതാണ്. അദ്ദേഹം ഒരു ഫിസിഷ്യൻ ആയിരുന്നു നമുക്കറിയാം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു മിഷനറിയാണ്, ശരിക്കും ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്, ഒരു ഹിസ്റ്റോറിയൻ ആണ്. ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. സെയിം ടൈം ഒരു പ്രൊഫഷണൽ ആണ്. അപ്പം അദ്ദേഹം ലൂക്കോസ് വിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത് ഒരുപാട് പേര് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രം ചമപ്പാൻ ശ്രദ്ധിച്ചു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു സിസ്റ്റമാറ്റിക്കലി ഓർഡർലി എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ, ജനനത്തിന് മുമ്പുള്ള സംഭവം മുതൽ അവന്റെ സ്വർഗാരോഹണം വരെയുള്ള കാര്യം, അന്ത്യനിയോഗം വരെയുള്ള കാര്യം, വളരെ സ്വർഗാരോഹണം വരെയുള്ള കാര്യം വളരെ സിസ്റ്റമാറ്റിക്കലി എഴുതി യേശു കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം. അതിനുശേഷം ചർച്ചിനെ കുറിച്ചുള്ള സുവിശേഷം, അതായത് ഹിസ്റ്ററി ഓഫ് ജീസസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ദി ചർച്ച്. അപ്പൊ അത് യേശു കർത്താവിന്റെ ജീവിതം കൊണ്ട് തീരുന്നില്ല, അവൻ എങ്ങനെയാണ് ഇന്നും ജീവിക്കുന്നത് എന്നും കൂടി വളരെ സിസ്റ്റമാറ്റിക്കലി എഴുതുന്നതായ ഒരു സുവിശേഷമാണ് നമുക്ക് ഈ ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു കർത്താവിന്റെ ബാല്യകാലത്തെ കുറിച്ചാണ് 1-2 അധ്യായങ്ങളിൽ പറയുന്നത്. ശുശ്രൂഷകൾ ഒരുക്കമാണ് 3 മുതൽ 4-13 വരെ പറയുന്നത്. ഗലീലയിലെ ശുശ്രൂഷയെ കുറിച്ച് 4 മുതൽ 19-50 വരെ പറയുന്നുണ്ട്. അതിനുശേഷം യെരുശലേമിലേക്കുള്ള യാത്രയാണ് അതിന്റെ 9-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ. അതിനുശേഷം 19 മുതൽ 21 വരെ കഷ്ടാനുഭവം, മറ്റുള്ള കാര്യങ്ങളും. അതിനുശേഷമായിട്ട് 24-ാം അധ്യായത്തിൽ മറ്റു കർത്താവിന്റെ അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ സുവിശേഷം അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കർത്താവിന്റെ ഇതിനെക്കുറിച്ച് പർട്ടിക്കുലർ ആയിട്ട് ഈ 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് പറയുന്നില്ലെങ്കിലും നമ്മൾ ഇത് പൊതുവെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു കർത്താവിന്റെ ഗലീലയിലെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് താൻ യെരുശലേമിലേക്ക് യാത്രയാകുമ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ഉപമകളും പ്രഭാഷണങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലുള്ള ആളുകളെയും, അത് പാവപ്പെട്ടവനെയും, പണക്കാരനെയും, സ്ത്രീകളെയും, പുരുഷനെയും, കുഞ്ഞുങ്ങളെയും, ചുങ്കക്കാരെയും, പാപികളെയും, പരീശന്മാരെയും, ശാസ്ത്രിമാരെയും, എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് യേശു കർത്താവ് എന്താണ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പൂർണ്ണനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് താൻ ശ്രമിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഉപമകൾ എന്ന് പറയുന്നത്, ഇവിടെ 3 ഉപമകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് 3-ലും ഞാൻ അത് വായിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ 3 ഉപമകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു വീടുമായിട്ട് കണക്ട് ചെയ്തതാണ്. ഹല്ലേലൂയ. അപ്പൊ നമുക്കിത് മനസ്സിലാക്കും. ഒന്ന് എന്താണ്, ഒരു ഇടയന് ആട് നഷ്ടപ്പെട്ടതിന്റെ ഉപമ. രണ്ടാമത്തത് ഒരു സ്ത്രീക്ക് തന്റെ നാണയം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ബ്രഹ്മ നഷ്ടപ്പെട്ടതിന്റെ ഉപമ. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് പിതാവിന് മകൻ നഷ്ടപ്പെട്ട്.
അപ്പം 100-1 നഷ്ടപ്പെട്ടത്, 10-1 നഷ്ടപ്പെട്ടത്, 2-1 നഷ്ടപ്പെട്ടത്. വളരെ ക്ലാരിറ്റിയുള്ള, വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ളതായ ഒരു 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 സുവിശേഷമാണ് ഈ ഭാഗമാണ് ഞാൻ ഇവിടെ വായിച്ചത്. അപ്പം ഈ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീടിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. വീടെന്ന് പറയുന്നത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒരു ഹൗസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരു ഹോം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, അല്ലെ? ഒരു വീടുണ്ടാക്കുക എന്ന് പറയുന്നത്, ആ വീടെന്ന് പറയുന്നത് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടേം ആണ് എന്ത്? ദ ഹോം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ വീട് എന്ന് പറയുന്നത്, നമുക്ക് ഹൗസ്, നമുക്ക് കുറച്ച് കാശ് ഉണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്തുണ്ടാകാൻ പറ്റും? ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പൊ ബൈബിളിൽ തന്നെ പറയുന്നത്, ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. ഹല്ലേലൂയ. അവള് ഒരു ബിൽഡിംഗ് പണിയല്ല, മറിച്ച് ആ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ സംഭവിച്ചതായി യഹൂദന്റെ സംസ്കാരവും പശ്ചാത്തലവും ഒക്കെ വെച്ചിട്ടാണ് ഈ ഭാഗം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വായിക്കുമ്പോൾ ആദ്യത്തെ ഭാഗത്തിലേക്ക് നമുക്ക് വരാം. കർത്താവ് ഇത് പറയുന്നത് ആരോടാണ്? ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾക്കാനായിട്ട് വന്നു നിൽക്കുന്ന സമയത്ത് കർത്താവിനെ കുറിച്ച് കുറെ കുറെ ആരോപണങ്ങൾ ഒക്കെ, ഇതൊരു കോൺഫ്ലിക്റ്റിന്റെ ഒരു റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ, ആ ഈ ശുശ്രൂഷയുടെ 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ ഒരുപാട് എതിർക്കുന്ന ആളുകൾ വരുന്ന ആ സമയത്തുള്ളതായ ഒരു ശുശ്രൂഷയാണ്, ഒരു സംസാരമാണിത്. അവിടെ പറയുന്നത് എന്താണ്? ഒരു മനുഷ്യന് 100 ആടുണ്ട്. ഒരു ഇടയിൽ അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദന്റെ ജോലി എന്ന് പറയുന്നത്, ആ സാഹചര്യത്തിൽ ഉള്ള ഒരു സാധാരണക്കാരന്റെ ജോലിയാണല്ലോ ഒരു ആടിനെ മേയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ പറയുവാണ്, ഒരു മനുഷ്യന് 100 ആടുണ്ട്. അപ്പം ഇടയൻ എന്ന് പറയുന്നവന്റെ ജോലി എന്താണ്? ആടുകളെ ടേക്ക് കെയർ ചെയ്യുക. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഒരു വീടിന്റെ സ്വത്തെന്ന് പറയുന്നത് എന്താണ്? അന്നത്തെ കാലത്ത് ആടാണ്. ഹല്ലേലൂയ. അപ്പം ഇടയന് ഇവിടെ സംഭവിക്കുന്നത്, തന്നെ ഒരെണ്ണത്തിനെ കാണാതെ പോയി. ഹല്ലേലൂയ. അപ്പൊ തനിക്കുണ്ടായിരുന്ന മുതല്, വസ്തു നഷ്ടപ്പെട്ടു. ഇവിടെ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ നമ്മൾ പാപിയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് അതുമായിട്ട് കണക്ട് ചെയ്തല്ല ഞാൻ ഇന്ന് തൽക്കാലം സന്ധ്യയിൽ ദൈവാത്മാവിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വീട്ടിലെ നഷ്ടപ്പെട്ടു. പലതും നമ്മൾ പുറത്ത് നഷ്ടപ്പെട്ടു നമുക്കറിയാൻ പറ്റും. പക്ഷെ വീട്ടിലാണ് ഈ 3 കാര്യവും നഷ്ടപ്പെട്ടത്. ഹല്ലേലൂയ. വീട്ടിലെ ആട് നഷ്ടപ്പെട്ടു. അത് കുറച്ചും കൂടി അടുത്തുള്ളതായ വീടിനകത്തെ, മറ്റേത് വീടിന് പുറത്താണ്. ഇത് വീടിനകത്തുള്ളതാണ് നാണയം നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മ നഷ്ടപ്പെടുന്നത്. അപ്പൊ ആ ബന്ധങ്ങളിൽ നഷ്ടപ്പെട്ടതാണ് പുത്രൻ നഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പം ഇവിടെ 1ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്. ഇവിടെ വായിച്ച ഭാഗം, അവസാനത്തെ ഭാഗം നമ്മൾ വായിച്ചത്, അധികം സന്തോഷമുണ്ടാകും. സന്തോഷം. അപ്പം വസ്തു ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ജീവി ആണെങ്കിലും, വസ്തു ആണെങ്കിലും, ബന്ധമാണെങ്കിലും, നഷ്ടമെന്ന് പറയുന്നത് നഷ്ടം തന്നെയാണ്. ഹല്ലേലൂയ. അപ്പം ഇവിടെ വായിക്കുന്നത്, ആ ഇടയൻ എന്ത് ചെയ്തു? തിരയുകയാണ്. ഹല്ലേലൂയ. വളരെ വളരെ ആവേശത്തോടെ, വളരെ പെട്ട് തിരയുന്ന ഒരു ഇടയനെയാണ് നമുക്ക് അറിയാം. അപ്പം നമ്മൾ വിചാരിക്കും, നമ്മുടെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചിലതിനെ തിരികെ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ, ഒരുപക്ഷെ ഈ ആടിനെ 99 ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്റെ വീട്ടിൽ ഈ ഒന്നൊരു വലിയ പ്രശ്നമല്ല എന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷെ 1 നഷ്ടപ്പെട്ടാൽ അത് അത്ര വലിയ അറിയുന്നില്ല. പക്ഷെ ദൈവം പറയുന്നത്, ആമേൻ, എല്ലാവർക്കും വേണ്ടിയാണ്. നമ്മൾ 1 നഷ്ടപ്പെട്ടാലും നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഭാഗം, ഞാൻ അവസാനത്തെ ആ ഭാഗത്തിലേക്കാണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ പറയൂ എന്തുവാണ്, എന്ത് നഷ്ടപ്പെട്ടാലും നമുക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് നമ്മുടെ സന്തോഷമാണ്. അപ്പൊ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? നമ്മുടെ പൂർണ്ണമായിട്ട് നമുക്ക് സന്തോഷം, കർത്താവ് യോഹന്നാന്റെ സുവിശേഷം പറയുന്നുണ്ട്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ചർച്ചിൽ നമ്മൾ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് നമ്മുടെ ഒരു വിശ്വാസി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഞായറാഴ്ച ഫുള്ള് ചിന്ത എന്തായിരിക്കും? എന്നാൽ അവരെന്താണോ വരാതിരുന്നത്, അല്ലേ? നമ്മൾ ഒരു കല്യാണം വെച്ചു, നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുപാട് പേരെ വിളിച്ചു, നമ്മൾ 99 പേരും അവിടെ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ എപ്പോഴും ഒരു ഹോണ്ടിങ് എപ്പോഴും എന്തായിരിക്കും?
അവരെ വിളിച്ചതായിരുന്നല്ലോ, വന്നില്ല. അപ്പൊ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും. അപ്പൊ ദൈവം പറയുവാണ്, കർത്താവരോട് പറയാണ്, ഒന്ന് നഷ്ടപ്പെട്ടാലും നീ അതിനെക്കുറിച്ച് വളരെ ജാഗ്രതയുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ എനിക്കറിയാം സിസ്റ്റർ ജോയിസും എല്ലാ മീറ്റിങ്ങിനും ആളുകൾക്ക് പേഴ്സണലി മിക്കവാറും എന്താണ് ലിങ്ക് അയക്കുന്നുണ്ട്. ഹല്ലേലൂയ. വരുവോ വരാതിരിക്കുവോ എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ തന്റെ റെസ്പോൺസിബിലിറ്റി ഒന്നുപോലും കേൾക്കാതെ പോകരുത്, ഒന്നുപോലും ആ ഡെലിവറൻസ് അനുഭവിക്കാതെ ഹല്ലേലൂയ, യഹോവ ഇരേ എന്ന് പറയുന്ന അബ്രഹാം പറഞ്ഞതുപോലെ ഉള്ള ഒരു വിടുതൽ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതായ ഒരു സൂചന കൂടിയാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം യഹോവ, ദി ലോർഡ് ഈസ് ദ പ്രൊവൈഡർ. ഹല്ലേലൂയ. ഈ മിനിസ്ട്രിയുടെ ഉദ്ദേശം അതാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തിട്ടുണ്ട്? കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ കരുതല് ഏത് മൈന്യൂട്ട് ഇടങ്ങളിലേക്കും ഉണ്ട് എന്നുള്ള സൂചനയാണ് ഈ ഭാഗം നമുക്ക് തരുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവൾ എന്ത് ചെയ്തെന്നറിയാമോ? സൂക്ഷ്മതയോടെ, യഹൂദന്റെ രീതി അനുസരിച്ച് പറഞ്ഞാല് ഈ ദമ്മ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും അവൾക്ക് വിവാഹത്തിന് കിട്ടുന്നതായ തുകയാണ്, അല്ലെങ്കിൽ ആ 10 നാണയമാണ് അവളുടെ കഴുത്തിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്നതാണെന്നൊക്കെയാണ് പൊതുവിൽ ചിലർ പറയും. ചിലർ പറയുന്നത് 10 പ്രമാണമാണ്. നമ്മൾ സ്പിരിച്വൽ ആയിട്ട് ഇതിനൊക്കെ പറയാറുണ്ട്. എന്താണെങ്കിലും അവൾക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു, അതിൽ 1 നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ 100 ആടുണ്ടായിരുന്നു, അതിൽ 1 നഷ്ടപ്പെട്ടു. 10 ദ്രഹ്മയുണ്ടായിരുന്ന സ്ത്രീക്ക് 1 നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവൾ എന്ത് ചെയ്തു? വളരെ അലേർട്ടാണ്. ഹല്ലേലൂയ. അവൾ വളരെ സൂക്ഷ്മതയോടെ, അവിടെ വായിക്കുന്നത് എന്താണെന്നറിയാമോ? വളരെ സൂക്ഷ്മതയോടെ ആ ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ചെയ്യാനുള്ളത് വെളിച്ചത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആരാണ് വെളിച്ചം? ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. കർത്താവ് പറയാണ്, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. ഹല്ലേലൂയ. നമ്മളിൽ നഷ്ടപ്പെടുമ്പോൾ നമ്മളിലേക്ക് ഇരുട്ട് വ്യാപരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് സംഭവിച്ചത് കൊണ്ടാണ് ഒരുപക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയത്? ഇത് നഷ്ടപ്പെടുവാനിടയായത്. അപ്പം വെളിച്ചത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളിൽ നഷ്ടം വരും. അതാണ് വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുമ്പോൾ. ഹല്ലേലൂയ. അപ്പം പലപ്പോഴും നമ്മളിൽ പലതും നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? ഇരുട്ടിലാണ്. ഹല്ലേലൂയ. ഇരുട്ട് നമ്മളെ മൂടുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുന്നത്. അവൾ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ വിളക്ക് കത്തിച്ചു. അവൾ വളരെ സൂക്ഷ്മതയോടെ അതിനെ എന്ത് ചെയ്തു? കണ്ടെടുത്തു. ഹല്ലേലൂയ. എന്നിട്ടോ അവൾ മാത്രമല്ല സന്തോഷിക്കുന്നത്, കാരണം അവൾക്ക് അപമാനത്തിന്റെ അല്ലെങ്കിൽ സങ്കടത്തിന്റെ വിഷയമാണ്. ഹല്ലേലൂയ. അവൾ എന്ത് ചെയ്യുവാണ്? ആ ദ്രഹ്മ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോട് കൂടെ സന്തോഷിപ്പിൻ എന്ന് പറയുവാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിൽ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അറിയാതെ പോകരുതെന്നാണ് കർത്താവ് തന്റെ ഈ ഉപമയിലൂടെ നമ്മളോട് പറയുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു പോകാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ സമയം തന്നെ നമ്മൾ സാക്ഷാൽ വെളിച്ചമായവന്റെ അരികിലേക്ക് വരണം. സാക്ഷാൽ വെളിച്ചത്തെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം. ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും നമ്മുടെ മക്കളിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആരും അറിയരുത്, ഇരുട്ടത്തിരുന്നാ മതിയെന്നാ. ആരും അറിയരുത്, ഉപദേശിച്ചു പോലും അറിയരുത്. സഭാജനങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്നേരം മോന്ത വീർപ്പിക്കും. കൊച്ചു വല്ലവരും കൂടി ഒളിച്ചു ഓടിക്കാലോ. അപ്പൊ നമുക്ക് നമ്മളിലേക്ക് ആർക്കാ പ്രശ്നമില്ലാത്തത്? ഈ ലോകത്തിൽ ആർക്കാ പ്രതിസന്ധികൾ ഇല്ലാത്തത്? ഞാൻ ചോദിക്കട്ടെ, കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോ നമ്മൾ പ്രതിസന്ധി വരില്ല, നമുക്കൊന്നും നഷ്ടപ്പെടില്ലെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മാർത്ത മറിയ ആകപ്പാടെ രണ്ട് പെങ്ങന്മാർക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു ആങ്ങളെ കൊച്ചായിരുന്നു ലാസർ. ഹല്ലേലൂയ. എല്ലാവരും പറയുന്നതാണ്, ആരുടെ വീട്ടിൽ പോയില്ലെങ്കിലും ബഥാനിയിലെ യേശു കർത്താവ് യെരുശലേമിലേക്ക് എപ്പോഴെങ്കിലും പോകാൻ വരുമ്പോ വരുന്ന വീട് ഏതായിരുന്നു? ഈ ബഥാനിയിലെ ഈ മറിയയുടെ വീട്ടിലായിരുന്നു, അല്ലെങ്കിൽ ഈ മാർത്തയുടെ വീട്ടിലായിരുന്നു. പക്ഷെ ആ വീട്ടിലാണ് വലിയൊരു ട്രാജഡി ഉണ്ടായത്. ഹല്ലേലൂയ. അപ്പൊ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാവരും വളരെ ദൈവികമായ കാര്യങ്ങൾ ഇടപെടുമ്പോഴും നമ്മളിൽ അനർത്ഥം സംഭവിക്കാം, നമ്മളിൽ നഷ്ടങ്ങൾ സംഭവിക്കാം, നമ്മളിൽ പോരായ്മകൾ വരാം, നമ്മളിൽ അപമാനം വരാം.
Praise the Lord. Hallelujah. ഇവിടെ അവൾ പക്ഷെ അതോർത്ത് വിഷമിച്ചിരിക്കുവല്ലായിരുന്നു. ഉടനെ എന്ത് ചെയ്യണോ, അവൾ പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ചുള്ള ബോധ്യം വന്നു. ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് പറയുന്നത്, ഒരുപക്ഷേ നമ്മുടെ ഓൺ ദ വേയില് നമുക്ക് പലതും നമ്മൾ മിസ് ചെയ്തു പോയേക്കാം, നമ്മൾ പലതും നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷെ കർത്താവ് നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതിനെക്കുറിച്ച് നമ്മൾ അലേർട്ട് ആകണം. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടെടുക്കുവാനുള്ളതായ ഒരു ശുഷ്കാന്തി ഉണ്ടാകണം എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഇവിടെ വായിക്കുമ്പോൾ അവൻ ഇടയൻ ഒന്നാമത് തിരിയുന്നു, സ്ത്രീ തിരിയുന്നു, പിതാവ് കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇടയൻ എന്താണ്? ആടിനെ തിരയുവാണ്. സ്ത്രീ എന്താണ്? നാണയം തിരിയുവാണ്. ഹല്ലേലൂയ. പിതാവ് എന്താണ്? മകന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പൊ ദൈവം നമ്മയൊക്കെ തിരയുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഈ അവസാനത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ വായിച്ച ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പം മടങ്ങി വരാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത, കാരണം സ്വത്ത് മുഴുവൻ അന്നത്തെ കാലത്ത് മേടിച്ചുകൊണ്ട് പോകാൻ അർത്ഥം തിരിച്ചു വിടുവാൻ യാതൊരു ചാൻസും ഇല്ലെന്നാണ്. മരിച്ചതിന് തുല്യമാണ് അന്നത്തെ കാലത്ത് സ്വത്ത് മുഴുവനും വാങ്ങിക്കൊണ്ട് പോകാൻ. അപ്പൊ ഈ പുത്രനെല്ലാം നഷ്ടപ്പെടുത്തി. പക്ഷെ അവന് അത് ദൈവത്തിന്റെ വീട്, അവൻ ആ വീട്ടിൽ നിന്ന് തന്റെ പിതാവിന്റെ അടുക്കൽ നിന്ന് സർവ്വതും നഷ്ടപ്പെടുത്തി പോകുമ്പോൾ പുറത്തു പോയവനെ കുറിച്ച് വലിയ ഭാരത്തോടെ ഇരിക്കുന്ന ഒരു പിതാവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പറയട്ടെ, വീട് എന്ന് പറയുന്നത്, ഹല്ലേലൂയ, എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അവന് തോന്നിയത് എന്താണ്? അവന്റെ വീടെന്നുള്ള ഒരു ചിന്തയാണ്. മക്കൾക്ക് നമ്മൾക്ക് കൊടുക്കാവേണ്ടത് ഏറ്റവും വലിയ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വാംതാണ്. ഹല്ലേലൂയ. നമ്മുടെ ഊഷ്മളതയാണ്. നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ളതായ ആ വീട്. ഏത് മനുഷ്യന്റെ അവസാനത്തെ അത്താണി എന്ന് പറയുന്നത് എന്താണ്? അവന്റെ വീടാണ്. വീടും കൂടെ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് ജീവിതമില്ല. ഹല്ലേലൂയ. അപ്പൊ വീടെന്ന് പറയുന്നത്, നമ്മൾ വീട്ടിൽ എന്തുമാത്രം വഴക്കുണ്ടാക്കിയാലും നമുക്ക് വീട്ടിൽ പോകാന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു കുളിർമയാ, അല്ലെ? നമ്മുടെ ഉള്ളിൽ ഒരു വലിയൊരു ജീവനാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ അപ്പനെ സംബന്ധിച്ചിടത്തോളം അവനെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവന് തോന്നുന്നത് എന്താണ്? അപ്പനെ കുറിച്ചുള്ള ചിന്തയാ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെടുമ്പോഴും ആ വീട്ടിലേക്ക് അവൻ വിചാരിക്കുവാണ്, ഞാൻ ധൂർത്തനായ ഒരു പുത്രനാണ്, ഒരു പ്രൊഡിഗൽ സണ്ണാണ്, ധൂർത്തനായ പുത്രനാണ്. പക്ഷെ സ്നേഹം കൊണ്ട് ധൂർത്തനായ ഒരപ്പൻ. ഹല്ലേലൂയ. നമ്മുടെ മക്കൾക്ക് ഒരു ഫീലിംഗ് വേണം കേട്ടോ. ഞാൻ പറയുന്നത്, ഇന്ന് സ്നേഹം കിട്ടാത്തതിന്റെ പേരിലും അംഗീകാരം കിട്ടാത്തതിന്റെ പേരിലുമാണ് ഏറ്റവും കൂടുതൽ വഴക്കുകൾ ഉണ്ടാകുന്നത്, അല്ലെ? അപ്പം അംഗീകരിക്കുക, സ്നേഹിക്കുക എന്നുള്ളത് നമ്മൾ 1 കോടിയുടെ ആസ്തി മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും, നമ്മുടെ ജീവിത പങ്കാളിക്ക് നമ്മൾ ഒരുപാട് ഡിപ്പോസിറ്റ് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും അവർക്ക് വേണ്ടിയത് എന്താണെന്നറിയാമോ? അംഗീകാരം കൊടുക്കുക, സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് അതിനൊരു ഹീലിംഗ് ടച്ച് ഉണ്ട് കേട്ടോ. നമുക്ക് അത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതായ ഒരു ഇമോഷൻ എന്ന് പറയുന്നത്, ഈ സ്നേഹം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഇമോഷൻ, ആക്ച്വലി ഇറ്റ്സ് എ ക്യാരക്ടർ. ഹല്ലേലൂയ. ഇതൊക്കെ മനുഷ്യന് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുന്നതാ കേട്ടോ. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല, ഇതൊക്കെ പകർന്നു കൊടുക്കുന്നതാ. ഹല്ലേലൂയ. അതൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുന്നതാ. ഹല്ലേലൂയ. പണ്ടത്തെ കാരണവരെങ്ങനെയാ 3 അടുപ്പുകലേ ഉള്ളതിലും എന്താണ് നല്ല കുടുംബം ഉണ്ടോ എന്ന് നോക്കിയാ കെട്ടിക്കുന്നേ. അവിടെ ആരെങ്കിലും കെട്ടിത്തൂങ്ങിയിട്ടുണ്ടോ, ഒടിച്ചോടിയിട്ടുണ്ടോ, ഇതൊക്കെയായിരുന്നു നോക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് എത്ര പേര് US-ലുണ്ട്, എത്ര പേരാണ് നല്ല ഒരു ഡോക്ടേഴ്സ് ആ ഫാമിലിയിലുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പണ്ടെങ്ങനെയാ നോക്കുന്നത്? ഒരു പരഗതി ഇല്ലേലും വേണ്ടിയില്ല, ആ വീട്ടിൽ നല്ല ബന്ധങ്ങളുണ്ടോ എന്നാ നോക്കുന്നത്. അവിടെ 2 അച്ഛന്മാരുണ്ടോ, ഇന്നത്തെ കാലത്ത് പാസ്റ്റർമാരുണ്ടോ, അങ്ങനെയാണ് നോക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. അപ്പൊ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഈ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, ഈ ബന്ധങ്ങളാകുന്ന ഈ പൽച്ചക്രം, എപ്പോഴും ബന്ധങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അതിനകത്ത് ഈ എണ്ണ ഒഴിച്ചില്ലെങ്കിൽ, സ്നേഹമാകുന്ന എണ്ണ ഒഴിച്ചില്ലെങ്കിൽ ഭയങ്കര മുറിവേക്കും. അപ്പൊ എപ്പോഴും ബന്ധങ്ങളാകുന്ന പൽച്ചക്രങ്ങളിൽ സ്നേഹമാകുന്ന എണ്ണ ഒഴിച്ചാൽ മാത്രമേ ഉള്ളൂ ഇത് സ്മൂത്ത് ആയിട്ട് പോകത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ സ്നേഹം കിട്ടാത്തതിന്റെ പേരിലും അംഗീകാരം കിട്ടാത്തതിന്റെ പേരിലും ഒക്കെയാണ് നമ്മൾ എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്. എപ്പോഴും ഞാൻ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഒക്കെ പഠിപ്പിക്കുമ്പോൾ പിള്ളേരോട് ഞാൻ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇന്ന് പിണങ്ങിയത്? അപ്പൊ അവര് പറയും, ഒരു കാരണം കുറേ കാര്യം പറയും. കെട്ടിയവനോട് വഴക്കുണ്ടാക്കിയ കാര്യമോ, കെട്ടിയോട് വഴക്കുണ്ടാക്കിയ കാര്യം. ശരിക്കും പറഞ്ഞാൽ എന്താണ്? അൺമെറ്റ് നീഡ്സ് ആണ്, അല്ലേ? സാക്ഷാത്കരിക്കപ്പെടാത്ത, പൂർത്തീകരിക്കപ്പെടാത്ത ആവശ്യങ്ങൾ നിമിത്തമാണല്ലേ എന്ന് വഴക്കുണ്ടാക്കുന്ന പ്രാർത്ഥനയ്ക്ക് നേരത്തെ സമയത്ത് കയറിയിരിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ മോന്ത വീർത്തത്?
അതേന്നൊക്കെ നമ്മുടെ കോട്ടയം ഭാഷയാട്ടോ, നിങ്ങൾ എങ്ങനെയാ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ശരിക്കും നമ്മളെ പള്ളി വിടാത്തതിന്റെ പേരിലാ, വീട്ടുവാർത്തനിക്ക് പോകാത്തതിന്റെ പേരിലല്ലേ മിക്കവാറും വഴക്കുണ്ടാക്കുന്നത് അല്ലേ? അപ്പൊ അതൊക്കെ ആവശ്യം, നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കപ്പെടാത്ത, സാക്ഷാത്കരിക്കപ്പെടാത്ത ആവശ്യങ്ങൾ നിമിത്തമാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ കുടുംബത്തിലേക്ക് വന്നാൽ ഇവിടെ അമ്മയെ കുറിച്ചുള്ള റോളൊന്നും പറയുന്നില്ല. ഇവിടെ 2 മകനുണ്ട്, ഒരു അപ്പനും ഉണ്ട്. ഹല്ലേലൂയ. ഈ ഇളയ മകനാണ് ഇന്നത്തെ കാലഘട്ടത്തിന് നമ്മൾ വെച്ച് പോകണമെങ്കിൽ നോക്കാൻ പറ്റുമായിരിക്കും. അവൻ ഇച്ചിരി കൂടെ ത്രില്ലടിച്ച് നടക്കണമെന്ന് തോന്നി കാണും. ഈ അപ്പന്റെ കൂടെയൊക്കെ നടന്നിട്ടുള്ളതായ ആ വലിയ സന്തോഷമൊന്നും അവൻ അത്ര ഫീൽ ആയില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവൻ ഇച്ചിരി ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ നോക്കി. ഇതായിരിക്കും ഒരുപക്ഷെ. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള അടിച്ചുപൊളി ജീവിതമാണ്. ഇന്ന് പല മാതാപിതാക്കളും എങ്ങനെയാണെന്നറിയാവോ, ശരിക്കും വീട്ടിലെ അല്ലലുകളും അലച്ചിലുകളും ഒന്നും അറിയത്തില്ല. എല്ലാരും എങ്ങനെയാണെന്നറിയോ, ഞാൻ കഷ്ടപ്പെട്ടത് എന്റെ മക്കൾ അറിയരുത്. പക്ഷെ ദൈവം പറയുന്നത് എന്താണോ, നീ കഷ്ടപ്പെട്ടത് നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പെസഹ നടത്തുമ്പോഴും, നിങ്ങൾ കാഹള പെരുന്നാൾ നടത്തുമ്പോഴും, നിങ്ങൾ കൂടാര പെരുന്നാൾ നടത്തുമ്പോഴും നിങ്ങൾ പറയണം, ഞങ്ങൾ ഈ ഞങ്ങൾ അലഞ്ഞു നടന്നവരായിരുന്നു, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നഗരമില്ലായിരുന്നു, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ വലിയ മെഗാഫോണൊന്നും വെച്ചല്ല ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പണ്ട് ഞങ്ങൾ വെറും കാഹള ഊതിയിട്ട് ആൾക്കാരെ കൂട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് എത്ര മെഗാവാൾട്ടിന്റെ ഇതുണ്ടെങ്കിലോ, നമുക്ക് മൈക്ക് സെറ്റ് ഉണ്ടെങ്കിലോ നമ്മൾ പ്രസംഗിക്കാൻ പോവുള്ളൂ. ഇച്ചിരൂടെ കൂട്ടി വേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രസംഗം അങ്ങ് അടിച്ചു മിന്നിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും അന്നില്ലായിരുന്നു. അവര് പറയും, ഞങ്ങൾ ഇങ്ങനെ കാഹളം ഊതിയിട്ടാ, ഞങ്ങൾക്ക് പണ്ടിങ്ങനെ വീടൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ കൂടാരത്തിലാ താമസിച്ചേ. അതുകൊണ്ട് ഇപ്പോഴും ഇസ്രായേൽ കൂടാരം ഉണ്ടാക്കി അവർ അതിന് ഫീസ്റ്റ് നടത്തും. നമ്മളിപ്പോ എന്തിനാ പോകുന്നത്? നമ്മൾ കുമ്പനാട് കൺവെൻഷൻ ഇല്ല, കുമ്പനാട് ഉണ്ട് കേട്ടോ. കുമ്പനാട് പോകുന്നതും എന്താണ്, മുളക്കഴ പോകുന്നത്, ഇപ്പൊ പുനലൂരല്ലല്ലോ, അടൂര് പോകുന്നത് നമ്മൾ ബൈബിളിന്റെ കവർ മേടിക്കാനും, നമ്മൾ ഡ്രം മേടിക്കാനും, അവിടെ സ്കാർഫ് മേടിക്കാനും ഒക്കെ കൂടുതൽ ആളുകളും. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്? നമ്മളെ ഇങ്ങനെയാണ് ദൈവം കൊണ്ടുവന്നത്. ഇന്ന് ഇത്രമാത്രം വലിയൊരു സെറ്റപ്പ് ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടിയത് എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ പിതാവ് എങ്ങനെയാണെന്നറിയാമോ, ഈ പിതാവ് ഒരുപക്ഷെ ഈ മകനോട് ഉള്ള കാര്യങ്ങളെല്ലാം ഓർപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ സ്നേഹം കൊണ്ട് ധൂർത്തനായ ഒരു അപ്പനെ കുറിച്ചുള്ള ഓർമ്മ. ഹല്ലേലൂയ. അപ്പൊ അവൻ എന്താണ് പറയുന്നത്? അവൻ സ്വത്ത് മുഴുവനും നഷ്ടപ്പെടുത്തി. അവിടെ വായിക്കുന്ന ഒരു ഭാഗം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു കേട്ടോ. ഒന്ന് വായിക്കാമോ? അതിന്റെ 20-ാം വാക്യം. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തിൽ നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു, മനസ്സരിഞ്ഞു, ഓടിച്ചെന്നു അവനെ കഴുത്തു കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചു. മതി. അവിടെ നിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വായിച്ച ഇങ്ങനെയാണ്, അതിന് 20-ാം വാക്യത്തിലാണ് വായിച്ചത്. And he arose and came to his father, but while he was still a long way off, ഊരെന്ന് കണ്ടപ്പോൾ his father saw him and felt compassion and ran and embraced him. and kissed him. ശരിക്കും പറഞ്ഞ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും പ്രായമുള്ള ഒരു ഓടിയല്ല. അങ്ങനെയായിട്ട് കോണ്ടെക്സ്റ്റ് പറയും. പ്രായമുള്ള ഒരു യഹൂദൻ ഒരിക്കലും ഓടി ഒരു കാര്യത്തിനും പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവിടെ വായിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ഓടി വരുന്നത് ഈ ജൂയിഷ് കൾച്ചറിൽ ഒരു അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്, പിതാവിന്റെ സ്നേഹം എന്ന് പറയുന്നത് സാമൂഹ്യമായിട്ടുള്ള എല്ലാത്തിനെ നിയമങ്ങളെക്കാളും വലുതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വായിക്കും, ദൈവം നിലവിട്ട് ഓടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് നിന്റെ ഒരു വീഴ്ചയിൽ, നിന്റെ ഒരു താഴ്ചയിൽ ദൈവം, നിങ്ങളുടെ ആ ദൈവത്തിന്റെ നിലവിട്ട് ദൈവം ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇറങ്ങി വരല് അവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലോ. ദൈവം തന്നെ, നമ്മൾ ഒരുപക്ഷെ നമ്മുടെ നിലവിട്ടൊക്കെ പോകത്തില്ല അല്ലെ, അവൻ ഇങ്ങനെ വരട്ടെ, നിന്റെ കാലൊക്കെ പിടിക്കട്ടെ, ഇത്രയും നാളും പോയി കറങ്ങി നടന്നതല്ലേ, അങ്ങനെയൊക്കെയാ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ആമേൻ, ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നമായിരുന്നു അല്ലെ. ആമേൻ, ഇടയന് ആട് നഷ്ടപ്പെട്ടത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വ്യക്തിപരമായിരുന്നു. പക്ഷെ ഇവിടെ ബന്ധത്തിന്റെ പ്രശ്നം. ഹല്ലേലൂയ. ആമേൻ. അവിടെ വായിച്ചിരിക്കുന്നത് എന്താണ്? അവൻ മനസ്സലിഞ്ഞെന്നാ വായിക്കുന്നത്. അത് സ്പ്ലാങ്കിസോമായി എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള ഒരു കരുണ തോന്നി എന്നാ പറയുന്നത്. നമ്മൾ അതിനെ ഈ ഒരു ഹീബ്രുവിൽ ഉപയോഗിച്ച്
റെഖീം എന്നുള്ള ഒരു വാക്കാ. ഈ ഈ ഈ റെഖം എന്ന് പറയുന്നത് ഗർഭപാത്രം എന്നാണ് അർത്ഥമാണ്. അപ്പം ദൈവത്തിന് എന്താണെന്നറിയേ, നമ്മൾ ചില പിള്ളേരൊക്കെ നമ്മൾ അമ്മമാർക്ക് അറിയാം അല്ലെ, ജോയ് സിസ്റ്ററിന് ഇപ്പൊ കൊച്ചു വീണപ്പം എന്താ തോന്നിയത്, തന്റെ കൈക്ക് ഫ്രാക്ചർ വന്നെന്നുള്ളതാണോ നോക്കിയേ, കൊച്ചിന് വല്ലതും പറ്റിയെന്നുള്ളൊരു അന്താളിപ്പ അല്ലെ. അകത്തുനിന്നൊരു നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും, ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ വിഷമിക്കുന്നത് എപ്പോഴാ, മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വരും എന്നുള്ള. ദൈവത്തിന് അത് ഈ റഖീം എന്ന് പറയുന്ന ഗർഭപാത്രം എന്നർത്ഥം. അപ്പൊ എന്താണ് ശരി, ഇന്നർ ഓർഗൻസ് മൂവ്ഡ് എന്നർത്ഥം. ദൈവത്തിന് നമ്മളെ ഓർക്കുമ്പം ദൈവത്തിന്റെ അകവാള് വെട്ടും, അവന്റെ മാതൃ സ്നേഹം, മാതൃഭാവം വരും. ദൈവത്തിന് നമ്മെ കുറിച്ച് അങ്ങനെ ആകട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള സ്നേഹം എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? ദ വൂം ലവ് ആണ്. ഹല്ലേലൂയ. ഗർഭപാത്രത്തിൽ നിന്നുള്ള, നമ്മൾ പറയത്തില്ലേ, എന്റെ ദൈവം എന്റെ കൊച്ചിന്റെ കാര്യം ഓർത്തപ്പോ നമുക്ക് പലപ്പോഴും എങ്ങനെയാണ്, നമുക്ക് ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിന്റെ ഒരു ഒരു കരച്ചിൽ കേൾക്കുമ്പോ അറിയാം അല്ലെ, അത് നമുക്ക് എന്താണ് തൊണ്ടേന്ന് വരുന്ന ഒരു പ്രശ്നമല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു പ്രശ്നമല്ല, നമ്മുടെ അകത്ത്, ഹല്ലേലൂയ, ഏറ്റവും ഇന്നർ പാർട്സ് ഓഫ് ദി ബോഡി. ഹല്ലേലൂയ. എപ്പോഴും നല്ല ഒരു നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈ റഹ്മാനെ റഹ്മാനെ എന്നുള്ളൊരു പാട്ട് നിങ്ങൾ ഇവർ പാടുന്ന കേട്ട് കാണും. റഹീം എന്ന് പറഞ്ഞാൽ അവൻ കാരുണ്യവാനാ. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കമ്പാഷനേറ്റ് ലവ് എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം അങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവേദനയെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് വിഷമത്തിൽ പോണേ, ഹല്ലേലൂയ, ഏത് വിഷമത്തിലൂടെയാ പോകുന്നത്, ഹല്ലേലൂയ, ഏത് പ്രതിസന്ധിയിലൂടെയാ പോകുന്നത്, അവന് വരുന്ന സ്നേഹം എവിടെ നിന്നറിയാമോ? അവന്റെ ഗട്ടിലാവുക കേട്ടോ. അവൻ ഈ ഏറ്റവും നല്ല പാട്ടുകാരൊക്കെ പാടുന്നത് എങ്ങനെയാ, നമ്മളൊക്കെ പാടുന്ന വായ്പാട്ടാ അല്ലേ, പക്ഷെ ഈ പാസ്റ്റർ പാടി, ഇത് വിൽസൺ പാട്ടി എന്ന് പറയുന്ന പാസ്റ്റർ പാടി, നമ്മൾ പാടിയപ്പോ നമുക്ക് ഫീൽ ചെയ്ത് എവിടുന്നാ പാട്ടിങ്ങ വരുന്നല്ലേ. അയ്യോ, വലിയ വലിയ പാട്ടുകാരൊക്കെ പാടുന്നത് ഗട്ടിന്ന് അവരെ, അത് പ്രവാചകന്മാരൊക്കെ പറഞ്ഞ് എന്റെ ഉദരം പൊട്ടുന്ന അല്ലേ പ്രസംഗിക്കുമ്പോഴൊക്കെ നമ്മളെ തൊണ്ട കാറി പൊട്ടുക. പക്ഷെ ചില ദൈവഭക്തന്മാരുടെയൊക്കെ പ്രവാചകന്മാരെയൊക്കെ, പഴയ നിയമ പ്രവാചകന്മാരെയൊക്കെ പ്രസംഗിക്കുമ്പോൾ അവരുടെ കട്ടിൽ നിന്ന് അവരുടെ ശുശ്രൂഷ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, കട്ടിൽ നിന്നൊരു സ്നേഹം ഇപ്പൊ വരുന്നത്, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം അങ്ങനെയാണെങ്കിൽ തിരിച്ചെങ്ങനെയാ നിങ്ങൾക്ക് ദൈവത്തിലെ ഇന്നലെ രാത്രി വേള പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുവാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എഫ്രീമേ, നീ എന്റെ വത്സല പുത്രൻ, നീ എന്റെ ഓമനക്കുട്ടി, ഞാൻ നിന്നെ സ്നേഹപാശ്യങ്ങൾ കൊണ്ട് ചുറ്റി, ഞാൻ നിന്നെ വിളിക്കും തോറും നീ എന്നിൽ നിന്ന് എന്ത് ചെയ്തു, അകന്നു പൊക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവ് പറയാ കേട്ടോ, അവന് നിന്നെ കുറിച്ച്, ഹല്ലേലൂയ, അങ്ങനെ ഒരു സ്നേഹമാ. നീ എത്ര ദൂരത്തിൽ പോകുമ്പോഴും, നീ എത്രമാത്രം അകലം വിട്ട് നടക്കുമ്പോഴും, ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരു കരുണയുടെ സ്നേഹമാ. ഹല്ലേലൂയ. അവൻ കാരുണ്യവാനാണ്. ഹല്ലേലൂയ. അവന്റെ സ്നേഹം എന്ന് പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ, ഏറ്റവും ആഴത്തിലുള്ളതാണ്, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്നേഹമാണ്. ഇത് ഡീപ്പ് ഇമോഷണൽ കവനന്റൽ ലവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവപൈതലേ, ആമൻ, ദൈവത്തിന്റെ പൈതലേ, നിങ്ങളോടുള്ള ദൈവത്തിന്റെ സ്നേഹം എത്രയാണെന്നോ, എത്ര ഡീപ്പാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ കർത്താവിന് ശിഷ്യന്മാരെ വിട്ടുപോകാൻ എന്നാ വിഷമായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായം മുതൽ ആമേൻ അതിന്റെ 17-ാം അധ്യായം വരെ കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, കർത്താവിന് കുരിശ് ഒരു പ്രശ്നമല്ലായിരുന്നു. പക്ഷേ തന്റെ, ആമേൻ, ഹല്ലേലൂയ, തന്നോട് കൂടിയിരിക്കാനും തന്റെ വചനം പ്രസംഗിക്കുവാനും താൻ തിരഞ്ഞെടുത്തതായ ശിഷ്യന്മാരെ വിട്ടു പോകുന്നതിന്റെ അവരോടുള്ള അന്ത്യമായിട്ടുള്ള ഡിസ്കോഴ്സ്, ആമേൻ, ആ സംസാരം മുഴുവനും എത്ര വേദനാജനകമാണ്. കർത്താവ് പറയാണ്, മക്കളെ, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങരുത്. ഹൃദയം കലങ്ങരുത്. കാരണം ഹൃദയത്തിന്റെ അകത്ത് ഉണ്ടല്ലോ, ആമേൻ, ഹല്ലേലൂയ, ആ ഒരു നൊമ്പരം ഉണ്ടല്ലോ, എനിക്കത് റീഡ് ചെയ്യാൻ പറ്റും. കർത്താവ് പലയിടത്തും ഉള്ളം നൊന്ത് കലങ്ങി എന്നാ വായിക്കുന്നത്. ഹല്ലേലൂയ. തന്റെ ശിഷ്യന്മാരോട് പറയുവാണ്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, ഈ കലങ്ങരുത്. ഞാൻ എപ്പോഴും ഓർക്കും ഈ ശിഷ്യന്മാരോട് ഇത്ര സ്നേഹം തോന്നാൻ കാരണം, ഇത് പരീശന്മാരോട് പറഞ്ഞ ഒരു സംഭവമാണ്, ആമേൻ, ഈ ഉപമകൾ പറയുന്നത്. പക്ഷെ ശിഷ്യന്മാരോടാണ് കൂടുതലും യേശു കർത്താവ് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കർത്താവ് എപ്പോഴും തെരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറയുന്നത് എന്താണ്, ഒരു കടൽ തീരമാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ ശിഷ്യന്മാരെന്ന് പറയുന്നത് ഇത് ഫിഷർമാൻ കമ്മ്യൂണിറ്റി ആയിരുന്നു അല്ലെ. അപ്പൊ മുക്കുവരായിരുന്നു കർത്താവിന്റെ ശിഷ്യന്മാരിൽ കൂടുതൽ ആളുകളും. ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് പിറുപിറുപ്പാ. അധികം പിറുപിറുപ്പില്ലാത്ത ആൾക്കാരായിരുന്നു ഈ ശിഷ്യന്മാര്.
കാരണം എന്താണെന്നറിയാമോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടൽപ്പുറം എന്നൊക്കെ പറയുന്നത് നല്ലപോലെ ഒരുങ്ങിയ സ്ഥലമാണ്. അപ്പൊ ഈ സമാധാനപരമായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റിക്കോട്ടെ, രാവോ പകലോ ആമയോ അവർക്കൊരു പ്രശ്നമല്ലാതെ എന്ത് നഷ്ടപ്പെട്ടാലും പരാതി പറയാത്ത ഒരു കമ്മ്യൂണിറ്റി ആണെന്നറിയാമോ ഈ ഫിഷർമാൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് എത്ര ആഘാതങ്ങൾ ഏറ്റാലും ചിലരെ കണ്ടിട്ടില്ലേ പള്ളിയിലോട്ട് പോകും. ഈ വലിയ വലിയ പള്ളികളെല്ലാം തന്നെ ഈ കടൽ തീരത്താ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും. കേരളത്തിലെ മിക്കവാറും പള്ളികള് ഒക്കെ കടൽ തീരത്താണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നതെന്ന് പറയുന്നത് ഈ കടൽ തീരത്ത്. കാരണം അവർക്ക് ഒരു സുരക്ഷിതത്വം ഇല്ല. അതുകൊണ്ടായിരിക്കാം കർത്താവ് ഒരുപക്ഷെ ഈ ക്ലാസ് മുറി ഒരു കടൽ തീരം തന്നെ അങ്ങ് തെരഞ്ഞെടുത്തെന്ന ഞാൻ. വളരെ ഇച്ഛാശക്തിയുള്ളവരാ. എന്താണ്, ഒരു ചെറിയ തിര വന്നാൽ അവർക്ക് ജീവിതം കൈവിട്ടു പോകാം. പക്ഷെ നോക്കിക്കേ, അവർക്ക് ഇത്ര ക്ഷമയുള്ള ആളുകളാ. നിങ്ങൾക്ക് മീൻപിടുത്തക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു നിഴല് പോലും മീന് കിട്ടാതെ ഇരിക്കത്തക്ക പതിയെ ഇരുന്നോണ്ടാണ് അവര് മീൻ പിടിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളാണ് നമ്മുടെ നിഴൽ എല്ലാരും കാണണം എന്ന് ചിന്തിക്കുന്നവരാ. പക്ഷെ ശരിക്കും പറഞ്ഞ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, ഈ വളരെ ക്ഷമയുള്ളവരെ, കല്ലിൽ കൊത്തിവെച്ച പ്രതിമ പോലെ. മീൻ പിടുത്തക്കാരെ നിങ്ങൾ ആരും പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, മോന്ത കണ്ടിട്ട്. അല്ലെങ്കിൽ പോയി പിടിക്കുന്നവരെ ഒന്ന് പോയി നോക്കണം കേട്ടോ. അവരെങ്ങനെയാണ് ഈ കല്ലിൽ കൊത്തിച്ച പ്രതിമ പോലെയാണ് ഇരിക്കുന്നത് മീൻ പിടിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്ഷമയുള്ളവരാണെന്നറിയോ. ഒരു നിഴല് പോലും വെള്ളത്തിൽ പതിയാതിരിക്കണം. ഈ 14 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ള ഈ ശിഷ്യന്മാർക്ക് ഇങ്ങനെ പറ്റുമോന്ന് നോക്കിക്കേ. ചാടിത്തുള്ളി നടക്കുന്ന ഒരു പ്രായമാ. പക്ഷേ ഒരിടത്തും പ്രസൻസ് വേണ്ട എന്ന് ഉള്ള ഒരു കൂട്ടമാണ് ശരിക്കും പറഞ്ഞാൽ യേശു കർത്താവിന്റെ ശിഷ്യന്മാരായിട്ട് തെരഞ്ഞെടുത്തത്. അപ്പം പിൻവാങ്ങി നിൽക്കാനായിട്ട്, ഒരു നിഴല് പോലും ചിത്രത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാ. അവരോട് കർത്താവ് പറഞ്ഞ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമൻ. ഹല്ലേലൂയ. പൊട്ടിയ വലക്കണ്ണികൾ പിന്നെയും കെട്ടുവാനായിട്ട് ഹല്ലേലൂയ ഒരു മടിയില്ലാത്ത ആമേൻ ഹല്ലേലൂയ അങ്ങനെയുള്ള ഒരു വളരെ ദീർഘക്ഷമയും വളരെ ഇച്ഛാശക്തി, മാറി നിൽക്കാനുള്ളതായ ഒരു കുലീനമായിട്ടുള്ളൊരു വിനയമുള്ളവരായിരുന്നു യേശു കർത്താവിന്റെ ശിഷ്യന്മാർ. ഹല്ലേലൂയ. ഈ ഭാഗം വായിച്ചപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നമ്മുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റ് ഒക്കെ വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാവർക്കും അവരവരുടെ മുഖം കാണിക്കണം, നിഴല് കാണിക്കണം, നമ്മൾ എന്തോ സമ്പടിയാണെന്നൊക്കെ കാണിക്കാൻ ഇഷ്ടമുള്ള ഒരു ലോകത്തിൽ അതിനുവേണ്ടി വഴക്കും പ്രശ്നങ്ങളും കേസും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാർ നമ്മൾക്കൂടെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? ഹല്ലേലൂയ. ദൈവവേദലേ, ഞാൻ വേഗത്തിൽ പോകട്ടെ. ഇവിടെ വായിച്ച വേദഭാഗത്തിലേക്ക് ഞാൻ വന്നപ്പോൾ ഈ ഒരു കുടുംബത്തിന്റെ ചിത്രമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും എന്താണ്, ദൈവം തരുന്ന സന്തോഷത്തെയും സങ്കടത്തെയും മനസ്സോടെ സ്വീകരിക്കുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. അവിടെ ചിലപ്പോൾ നഷ്ടപ്പെട്ടത് അത് ശരിക്കും ആട് നഷ്ടപ്പെട്ടാലും ശരി, അത് ബ്രഹ്മ നഷ്ടപ്പെട്ടാലും, അത് മകൻ നഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ വളരെ കെയറോട് കൂടി അതിനെ വീണ്ടെടുക്കുവാനുള്ളതായ ഒരു മനസാന്നിധ്യം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ നോക്കിക്കേ, നസ്രത്തിലെ കുടുംബത്തിലേക്ക് നോക്കിക്കേ. ഹല്ലേലൂയ. വളരെ സമ്പന്നരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നസ്രത്തിലെ ആ ഒരു വീടെന്ന് പറയുന്നത് വലിയൊരു കുടുംബത്തിന്റെ നായകനായിട്ട് ജീവിച്ചതായിരുന്നു നസ്രത്തിലെ യേശു കർത്താവ്. ഹല്ലേലൂയ. അത് നോക്കിക്കേ, തടിമിടുക്കന്മാരായ 4 ആമ്പിള്ളേർ അവിടെ ഉണ്ട്, മറ്റേ സഹോദരിമാരുണ്ട്. അപ്പനാണെങ്കിൽ നേരത്തെ മരിച്ചു അല്ലേ. ജോസഫിനെ കുറിച്ച് 12 വയസ്സ് കഴിഞ്ഞ ശേഷം, യേശു കർത്താവിന് 12 വയസ്സ് കഴിഞ്ഞ ശേഷം പിന്നെ ജോസഫിനെ കുറിച്ചുള്ള ഒരു അറിവേ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ വലിയ വിധവയായ അമ്മ ആ കുടുംബത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതാണ് ആര്? യേശു കർത്താവ്. അങ്ങനെ ഒരു ജ്യേഷ്ഠ സഹോദരനെയാണ് നമുക്ക് കർത്താവിലൂടെ പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ ഏത് ദുഃഖത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിക്കും റീഡ് ചെയ്യാൻ പറ്റുന്നവരാണ് നസ്രയനായ യേശു. ഹല്ലേലൂയ. അവൻ പറഞ്ഞ ഉപമകളും, കർത്താവ് പറഞ്ഞ ഉപമകൾ എല്ലാം തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നതും എല്ലാവർക്കും വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ക്ലിയർ കട്ട് ആയിട്ട് തിരിയുന്നതുമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ പിതാവിന്റെ എന്താണ്, ആ പിതാവിന്റെ അവൻ ഓടിച്ചെന്ന് അപ്പനവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്നു. ഹല്ലേലൂയ. ഈ പ്ലാങ്ക്ന എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഇന്നർ പാർട്ട് ഓഫ് അത് ഹാർട്ട് ആകാം, ലങ്സ് ആകാം, ലിവർ ആകാം, ബവലാകാം. ഇതിന് ഈ അകത്തുനിന്നുള്ളൊരു വേദന കർത്താവിന് നമ്മളെ കുറിച്ചുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഓർക്കത്തില്ല, എന്റെ ഭർത്താവിന് എന്നെ കുറിച്ച് ഒരു വേദനയില്ല, എന്റെ മക്കൾക്ക് എന്നെ കുറിച്ച് ഒരു വേദനയില്ല, എന്നെ കുറിച്ച് ആർക്കാ ഉത്തരവാദിത്വമുള്ളത്, എന്നെ വേദനയിൽ ആരെ സങ്കടപ്പെടാം, പക്ഷെ കർത്താവിനുണ്ട്.
ഹല്ലേലൂയ. ആമേൻ. ആ നയീനിലെ വിധവയുടെ കാര്യത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. ആ നയീനിലെ വിധവയോട് കർത്താവ് പറയുവാണ്, ഇനി നീ കരയണ്ട. ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന വേദഭാഗം, കർത്താവ് അവളെ നോക്കിക്കൊണ്ടിരുന്നെന്നാ. അവൾ എന്താ അവൾ നോക്കിക്കൊണ്ടിരുന്നത്? അവള് സ്വന്തം ഭർത്താവിനെ അടക്കം ചെയ്യുമ്പോഴുള്ള അവളുടെ മാനസികാവസ്ഥ. ആമേൻ. ഹല്ലേലൂയ. ഈ സ്വന്തം മകനെ, ഒറ്റ മകനാണ് കേട്ടോ, ആ മകനെ, ഹല്ലേലൂയ, അന്നത്തെ കാലത്ത് ഭർത്താവ് മരിച്ചു, പിന്നെ മകനും കൂടെ, ഏക മകനും കൂടെ മരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ പറയും, ഇതാ അമ്മയുടെ കുഴപ്പം കൊണ്ട് ആ സ്ത്രീ എന്തോ പ്രശ്നം ഉണ്ടാക്കി, അതുകൊണ്ട് അവൾ തന്നെ വേണം ആ കുഞ്ഞിനെ കുളിപ്പിക്കാൻ, അവന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ, അവനെ കോഫിൻ ബോക്സിലേക്ക് എടുത്തു വെക്കാനും ആരും സഹായിക്കത്തില്ല. അവൻ അതുപോലെ വളരെ വേദനാജനകമായിരിക്കും ആ സീൻ ഉണ്ടല്ലോ. കർത്താവ് അവളെ നോക്കിക്കൊണ്ടേയിരുന്നു. അവൾ ചെയ്തത്, അവളെ ആ ഒരു ഹൃദയം അവളെ കണ്ട് മനസ്സലിഞ്ഞിട്ട് കർത്താവ് പറയുക, സ്ത്രീയെ നീ കരയണ്ട. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരുപക്ഷെ വേദനയുടെ, സങ്കടത്തിന്റെ, എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റാത്ത, ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു നൊമ്പരത്തിന്റെ നടുവിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലെ പരിശുദ്ധാത്മാവ് വ്യക്തപരമായി പറയുക, അവൻ നിന്നെ കണ്ടോണ്ടിരിക്കുക കേട്ടോ. ആ നയീനിലെ വിധവയുടെ കണ്ണുനീര് കാണുന്ന സമയത്ത് കർത്താവ് പെട്ടെന്ന് ഓർത്തത് ആരെയാണെന്നറിയാമോ? തന്റെ സ്വന്തം അമ്മേനെ ഓർത്ത് കാണും. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ഒരു വലിയ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം യേശു കർത്താവ് തന്റെ അമ്മയെ ഓർത്ത് കാണും. ഹല്ലേലൂയ. ദൈവ പൈതലെ, നിങ്ങൾ അനുഭവിക്കുന്ന ഈ മകൻ നഷ്ടപ്പെട്ട പിതാവിന്റെ ദുഃഖം എത്ര വലുതാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ എഴുതിയേക്കുക. ഹല്ലേലൂയ. കർത്താവ് പറയുന്നുണ്ട്, ആടുകളെ ഇടയനില്ലാത്ത ആടുകളെ ഇടയനില്ലാത്തതുപോലെ കണ്ടിട്ട് അവൻ മനസ്സലിഞ്ഞെന്ന് കേട്ടോ. ആർക്കും അനുഭവിക്കാൻ പറ്റാത്ത വിധം അത്ര വലിയ ദുഃഖത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറയുവാണ്, ഹല്ലേലൂയ, നിനക്ക് നീ കരയേണ്ട. നിന്റെ ഒരു വലിയ വേദന അറിഞ്ഞ് കരയ. വെറും വാക്കല്ല കേട്ടോ, വെറും ആശ്വാസമല്ല, ഒരു ജീവന്റെ ഉറപ്പാണ് അവൾക്ക് കൊടുക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് അറിയാമോ? ആ പിതാവ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചിട്ട് അവനോട് പറയുക, അന്നേരം അവനോട് എല്ലാ കാര്യങ്ങളും അവനോട് പറയുക. അതുകൊണ്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവവൈതലെ, കർത്താവ് നമുക്ക് ഹല്ലേലൂയ എല്ലാ വിഷയത്തിനും പരിഹാരമാണ്. കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഹല്ലേലൂയ വളരെ ഡീപ്പ് ഹല്ലേലൂയ വളരെ കവനന്റൽ ലവാണ് കേട്ടോ. കർത്താവിന്റെ സ്നേഹം എത്ര ദൂരത്തോട്ട് പോകുമ്പോഴും, എത്ര അകലം വിട്ടു പോകുമ്പോഴും, എത്ര പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴും ഹല്ലേലൂയ. നമുക്കറിയാം, പ്രവാചക പുസ്തകങ്ങളിലെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ ജനത്തിന് വളരെ ദൈവത്തോട്, പ്രവാചകനും പുരോഹിതനും ജനവും രാജാവും എല്ലാം ഒരുപോലെ ദൈവവഴി വിട്ടിട്ടും കർത്താവ് പറയുവാണ്, സ്റ്റിൽ ഐ ലവ് യു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളെ തിരിച്ചു പിടിക്കുക. ഷൂ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റനോയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്ക്. ഷൂ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? തിരിഞ്ഞു വരിക, മാനസാന്തരപ്പെടുക. അവനെ കർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ. നമ്മുടെ ഗതികൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടമാണോ, നമ്മുടെ ജീവിതത്തിന്റെ വ്യക്തിപരമായ നഷ്ടമാണോ, നമ്മുടെ ജീവിതത്തിൽ ബന്ധത്തിന്റെ നഷ്ടമാണോ? കർത്താവ് പറയുവാണ്, സന്തോഷം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാനിത് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവിടെ വായിച്ചു തുടങ്ങുന്നത്, അവിടെ 2 പ്രാവശ്യം പറയുവാണ്, എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, അവൻ എന്ത് ചെയ്തു, കണ്ടുകിട്ടിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ മുതിർന്ന മകൻ ഹല്ലേലൂയ, അവന് എന്താണ്, അപ്പനോട് കൂടെ ഒരു സന്തോഷിക്കാനായിട്ട് ഒരു ഇഷ്ടവും ഇല്ല. അപ്പം ശരിക്കും പുത്രൻ മടങ്ങി വരുമ്പോൾ ആ മൂത്ത സഹോദരൻ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ അവന്റെ ഹൃദയം എന്താണ്? പിതാവിൽ നിന്ന് വളരെ അകലെയായിരുന്നു. ഹല്ലേലൂയ. ചിലർ അങ്ങനെയാണ്, വീട്ടിലാണ്, കൂട്ടായ്മയിലാണ്, പക്ഷെ യാതൊരു സന്തോഷവും ഇല്ല. സന്തോഷിക്കാൻ ഒന്നും കാണുന്നില്ല. ഒന്നിനും സന്തോഷിക്കാൻ ഒരു ആഗ്രഹമില്ല. പക്ഷെ പുറത്തു പോയതിനെ പോലെ ശരി ഉള്ളിലുള്ളവനും കടുപ്പം പിടിച്ച് ഹൃദയം കടുപ്പമായിട്ടിരിക്കുക. ദൈവം പറയാണ്, മകനെ, ഇവൻ എന്നെ നഷ്ടപ്പെട്ടവനായിരുന്നു. നിനക്ക് സന്തോഷിക്കാൻ ഒരുപാട് സാധ്യതകൾ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നിനക്ക് അതിലൊന്നും സന്തോഷം കിട്ടുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതിന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ലോകത്തിൽ ഒരുപക്ഷെ കുടുംബത്തിലെ ബന്ധങ്ങൾ നമ്മെ കാത്തിരുന്നില്ലെങ്കിലും, ഒരുപക്ഷെ ജീവിതത്തിൽ
ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആരും കാത്തിരിക്കാനില്ലെങ്കിലും ദൈവം നമ്മെ കാത്തിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി ഓടിയെത്തും കേട്ടോ. ആമേൻ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, യഹൂദ പശ്ചാത്തലത്തിൽ ഒരു മുതിർന്ന പുരുഷൻ ഓടുക എന്ന് പറയുന്നത് ഒരു ഓക്വേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. പക്ഷേ ഈ മകനോടുള്ള സ്നേഹത്തിൽ അപ്പൻ ഓടിച്ചെന്നാണ് പറയുന്നത്. ദൈവം നമ്മളെ ഹല്ലേലൂയ, നമ്മളെ ഓടിയെത്തും കേട്ടോ. നമ്മുടെ അരികിലേക്ക് ഓടിയെത്തും കേട്ടോ. കർത്താവ് നമ്മളെ ഓടിയെത്തുന്നവനാ. ഹല്ലേലൂയ. ദൈവം നമ്മളെ ചേർത്ത് പിടിക്കും. അവൻ മുഷിഞ്ഞ വസ്ത്രമാണോ? അവൻ ഈ കണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതല്ലേ? അവന്റെ ജീവിതത്തിൽ ഒത്തിരി കറ പുരണ്ടിയതല്ലേ? നമ്മളൊക്കെ ആളുകളെ മാറ്റി നിർത്തും അല്ലേ? പക്ഷെ കർത്താവ് അവനെ ചേർത്ത് പിടിക്കുക. എന്നിട്ടോ, നീ നഷ്ടപ്പെട്ടവനാണോ? നീ ഉറപ്പായിട്ടും മടങ്ങി വരും. ആരെങ്കിലും മക്കൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വിലപിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ പറയുക, നഷ്ടപ്പെട്ടത് എന്താണ്? ഉറപ്പായിട്ടും മടങ്ങി വരും. കുടുംബത്തിലെ ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അവരെ കുറിച്ച് ആമേൻ ഹല്ലേലൂയ, അവരെ ക്ഷമിക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സില്ലേ? ഇന്ന് പകൽക്കാലം ക്ഷമിക്കുന്ന ദൈവം എന്തുമാത്രം ക്ഷമിച്ചിട്ടാ ഇന്ന് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. ഏത് ക്ഷമയുടെ പിന്നിലും ഒരു ദൈവിക പ്ലാൻ ഉണ്ട് കേട്ടോ. ജോസഫിന്റെ ജീവിതം, ജോസഫ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, യോസഫിന്റെ സഹോദരന്മാര് യോസഫിനെ കാണാൻ ചെല്ലുമ്പോൾ യോസഫിന്റെ സഹോദരന്മാർക്ക് ഭയങ്കര ഭയമാണ്. ഹല്ലേലൂയ. പക്ഷെ ആ ജോസഫ് പറയുന്നത് എന്താണ്? അവൻ അകത്തുപോയി പൊട്ടിക്കരഞ്ഞെന്നാ വായിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, സഹോദരന്മാരെ, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇവിടെ കൊണ്ടുവന്നതാ. There is a plan behind every forgiveness. Hallelujah. എന്താണ്? എല്ലാ ദൈവിക പ്ലാൻ ഉണ്ട് കേട്ടോ. ഏത് ക്ഷമയുടെ പിന്നിലും ഒരു ദൈവിക പദ്ധതി ഒളിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ക്ഷമിക്കാൻ മനസ്സില്ല, അവൻ ഫൊർഗീവ് ചെയ്യാനായിട്ട് ഒരു ആഗ്രഹം പോലും ഇല്ല. എങ്ങനെ ആ കാര്യത്തിൽ എനിക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റും? എത്ര ഫൊർഗീവ് ചെയ്താലും എനിക്ക് മറക്കാൻ പറ്റാത്ത വിധം ഒരു ഫോൺ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു വിശുദ്ധീകരണം കൊണ്ട്, ഒരു കൈപിടിക്കൽ കൊണ്ട് എത്ര നാളായി ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ട്, എത്ര നാളായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്, എത്ര നാളായി കൂടെ ഒരുമിച്ച് ഒരു വാക്ക് സംസാരിച്ചിട്ട്. പക്ഷെ പരിശുദ്ധാത്മ പറയുക, ഇത്രമാത്രം ക്ഷമിക്കുന്ന, ഇത്രമാത്രം സ്നേഹിക്കുന്ന, ഇത്രമാത്രം തേടി വരുന്ന, ഇത്രമാത്രം ഓടി വരുന്ന ഒരു ദൈവത്തിന്റെ മുന്നിലാണോ നമുക്ക് എന്താണ് നമുക്ക് പറയാനുള്ളത്? രാത്രികാലം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രശ്നത്തിലാണോ? അതോ ജീവിതത്തിന്റെ വ്യക്തിപരമായിട്ടുള്ളതായ പാപത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ആ കോയിൻ നഷ്ടപ്പെട്ടു പോയ, ആ ദ്രഹ്മ നഷ്ടപ്പെട്ടതുപോലെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്തെങ്കിലും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് റിഗ്രറ്റ് ചെയ്ത് ഒരു മനസമാധാനം നഷ്ടപ്പെട്ട്, ഉറക്കമില്ലാതെ ഭാരപ്പെട്ട് ഇന്ന് രാത്രി ആരെങ്കിലും വിഷമിക്കുന്നുണ്ടോ? ജോലി ചെയ്യുമ്പോഴും കുടുംബജീവിതം നയിക്കുമ്പോഴും മക്കളോട് സംസാരിക്കുമ്പോഴും മനസ്സെങ്ങോ പതറിപ്പോയതുപോലെ, എവിടെയോ അലഞ്ഞു നടക്കുന്നത് പോലെ, ഒരു സ്വസ്ഥതയില്ലാതെ ഭാരപ്പെട്ടിട്ടാണോ ഇരിക്കുന്നത്? ആ സ്ത്രീ പറയുന്നത് എന്താണ്? അവൾ വിളക്ക് കത്തിച്ചു വെച്ചുകൊണ്ടോ, അവളിലേക്ക് ക്രിസ്തുനാഥനെ, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ സാക്ഷാൽ വെളിച്ചമായവനെ അവൻ കത്തിച്ചുകൊണ്ടോ, അതിന് എഫേർട്ട് ഇട്ടുകൊണ്ടോ, അപ്പോൾ അവൾക്ക് സന്തോഷമുണ്ടായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ സ്നേഹം സാമൂഹ്യ നിയമങ്ങളെ ഒക്കെ വ്യതിചലിക്കുന്നത്, അവന്റെ ഡിഗ്നിറ്റി, അവന്റെ വർത്തീനസ് എല്ലാം മാറ്റിവെച്ചിട്ട് അവൻ നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ തന്നവൻ അതോടുകൂടി സകലതും തരാതിരിക്കുമോ? രാത്രികാലം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഓ വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരിക കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വീടില് കാര്യമാണല്ലോ കർത്താവേ നീ ഞങ്ങളോട് സംസാരിച്ചത്. ഞങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും ഒരുപക്ഷെ ഞങ്ങളുടെ പല നഷ്ടപ്പെട്ട ഞങ്ങൾ സംഭവിക്കാം കർത്താവെ. പലപ്പോഴും ഞങ്ങൾ അറിയാതെയാകാം, ചിലപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് കർത്താവെ. എന്നാൽ എവിടെ അത് ആട് നഷ്ടപ്പെട്ടാൽ, ഞങ്ങളുടെ സാമ്പത്തിക നഷ്ടമാണെങ്കിലും, ഞങ്ങളുടെ കർത്താവ് വ്യക്തിപരമായ ജീവിതത്തിൽ വന്നതായ നഷ്ടമാണെങ്കിലും, കർത്താവെ ഞങ്ങളുടെ ബന്ധത്തിൽ വന്ന നഷ്ടമാണെങ്കിലും, എല്ലാം തിരികെ പിടിക്കുന്ന, എല്ലാം കർത്താവെ ഹല്ലേലൂയ തിരികെ തരുന്ന, ഓടി വന്ന് ഞങ്ങളെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന, നിലവിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന സർവശക്തനായ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി, ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് വിഷമിക്കുന്ന ഭാരപ്പെട്ട് സങ്കടപ്പെട്ട ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളിൽ കർത്താവെ തീനാളം പോലെ ഉള്ളിൽ ആളിപ്പടരുന്ന വേദനയുമായിട്ട് ഇന്ന് രാത്രി ആരെങ്കിലും ഹല്ലേലൂയ ഈ സൂം പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ, റൈറ്റ് നൗ ജീസസ് അങ്ങയുടെ അഗ്നിയുടെ അഭിഷേകം അവരിലേക്ക് വെളിപ്പെടണമേ. ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക്
കൊടുങ്കാറ്റ് പോലെ ആമേൻ ഹല്ലേലൂയ ആമേൻ കർത്താവേ വലിയ ഭൂകമ്പമായി ആമേൻ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആ ഡുനാമിക് പവർ അത്യന്ത ശക്തി ആ മൺകൂടാരത്തിലേക്ക് പകർന്ന് അവരുടെ നാവാഗ്നി ആയതുപോലെ ഇന്നലകളിൽ ഭയപ്പെട്ടു പോയത്, ഇന്നലകളിൽ അപമാനിക്കപ്പെട്ടത്, ഇന്നലകളിൽ പേടിച്ചോടിയത്, ഇന്നലകളിൽ എല്ലാം ആമേ ത്യജിച്ചത്, ആമേ നഷ്ടപ്പെട്ടത് പോയത്, വികലമായി പോയത്, പരിഭ്രാന്തരായി പോയ വിഷയങ്ങളിന്മേൽ ഒരു വലിയ ധൈര്യം, വലിയൊരു അഭിഷേകം, ആമേൻ ലോകത്തെ അപ്സൈഡ് മറിക്കുന്ന, ആമേൻ ഹല്ലേലൂയ ഇളക്കി മറിക്കുന്ന ഒരു അഭിഷേകവുമായി അവർ എഴുന്നേറ്റതുപോലെ ആമേൻ ഈ കാലഘട്ടത്തിൽ ഈ കർത്താവ് ഈ മാസത്തിന്റെ ഈ അവസാനത്തെ മീറ്റിംഗിൽ ഹല്ലേലൂയ ഒരു അഗ്നിനാവായി, ഒരു തീപ്പന്തമായി, ഒരു അഭിഷേകത്തിന്റെ, ഒരു ആത്മനിറവിന്റെ, ഒരു ശക്തിയായി, ഒരു വെളിപ്പാടായി ആമേൻ ജനത്തിന്മേൽ ഹല്ലേലൂയ അങ്ങയുടെ ധൈര്യം പകരണമേ കർത്താവേ, അങ്ങയുടെ ഉറപ്പ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വലിയൊരു ആത്മപ്രവാഹത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ, വലിയൊരു ധൈര്യത്തിലേക്ക് ഞങ്ങൾ ചെയ്തെടുക്കേണ്ട ആമേൻ കർത്താവേ ആമേൻ ഹല്ലേലൂയ ആമേൻ ജീവിതത്തിന്റെ ആമേൻ ഹല്ലേലൂയ വഴികളിലേക്ക് അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് മൂടണമേ. അങ്ങയുടെ ഹല്ലേലൂയ അങ്ങയുടെ നിറവ് ഹല്ലേലൂയ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ആമേൻ അഗ്നിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആ സ്നേഹത്തിന്റെ ഒരു ഒഴുക്ക്, ആ ഒരു ഫ്ലോ ഞങ്ങളിലേക്ക് പകരണമേ. ഞങ്ങളുടെ നിരാശകൾ മാറിട്ടെ കർത്താവേ, ഞങ്ങളുടെ അധൈര്യങ്ങൾ മാറി ഞങ്ങൾ ധൈര്യരായി, ഉറപ്പുള്ളവരായി, കുലുങ്ങാത്തവരായി, ഞങ്ങൾ വൃഥാവിലല്ല, ഒടുവിൽ ഞങ്ങൾ കൊയ്യും. ആമേൻ തളർത്തുവാൻ ഒരു കൈക്കും കഴിവില്ല, എന്റെ കയ്യിൽ നിന്ന് ആർക്കും നിങ്ങളെ പിടിച്ചു വരുത്താൻ കഴിയത്തില്ലെന്ന് അരുളി ചെയ്ത് കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി ഞങ്ങളെ താഴ്ത്തും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ. താങ്ക് യു. ദൈവം തന്ന ആ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ സിസ്റ്റർ ജോയ്സിനോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. രാത്രി ദൈവവചന കേൾവിക്കായിട്ട് കടന്നു വന്ന എല്ലാവരെയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് യേശുവോട്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഞങ്ങളെ ഒരു പിള്ളേരുണ്ട്, അവരും വെള്ളപ്പൊക്കത്തിന് പ്രശ്നമുണ്ട്, അത് ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു.